ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുസ്ക കേട്ടോ. അപ്പോൾ കുസ്ക എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് 2 സവാള സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കാം, 2 തക്കാളി സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കാം, കുറച്ച് കൊത്തമല്ലിത്തഴ ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ 5 അല്ലി വെളുത്തുള്ളി, പിന്നെ 2 തുണ്ട് ഇഞ്ചി, പിന്നെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കാം കേട്ടോ. കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മസാലയ്ക്കായിട്ട് ആവശ്യം പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ലീഫ് കേട്ടോ. അപ്പോൾ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. തനിച്ച് നെയ്യിൽ തന്നെ ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എണ്ണ ചൂടായതിന് ശേഷം ഗ്രാമ്പു ഇട്ട് കൊടുക്കാം, അതിന് ശേഷം ലീഫ് ഇട്ട് കൊടുക്കാം, അതിന് ശേഷം ഏലക്ക ഇട്ട് കൊടുക്കുക, പട്ട ഇട്ടിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അരിഞ്ഞു വെച്ച സവാള ഒന്ന് ചേർത്ത് ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വിധം ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം തക്കാളി ഇട്ട് കൊടുത്തൊന്ന് വഴറ്റി കൊടുക്കാം. അതിന് ശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കുക, ഇഞ്ചി ഗാർലിക് പേസ്റ്റ് ഇട്ടെടുക്കാം, പിന്നെ കൊത്തമല്ലി താഴെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊന്ന് നന്നായിട്ട് വഴറ്റി വരുന്ന സമയത്ത് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 2 ഗ്ലാസ് അരിയാണ് കേട്ടോ. ഗ്ലാസ്സിൽ എന്താ അളവ് എടുക്കുന്നതെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗ്ലാസ്സിൽ എടുത്തേക്കുന്നത്. അപ്പോൾ 2 ഗ്ലാസ് അരി നന്നായി കഴുകി മാറ്റി വയ്ക്കാം. പച്ചമുളക് ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യാനുസരണം മുളക് പൊടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് കഴുകി വെച്ച അരി അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. 2 ഗ്ലാസ് അരിക്കുള്ള ചേരുവകളാണ് എടുത്തേക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം. അപ്പോൾ 2 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം എടുത്തിരിക്കുന്നത്. ഇത് പൊന്നിയരിയാണ് കേട്ടോ. എന്നിട്ട് വിസിൽ വെക്കാം. ഞാനിവിടെ 5 വിസിലാണ് വെച്ചിരിക്കുന്നത്. ഒന്നിനോടൊന്നും ഒട്ടാതിരിക്കാനുള്ള ആ ഒരു പരുവത്തിലാക്കാനുള്ള ഇതാണ് കേട്ടോ. അപ്പോൾ 5 വിസിൽ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഫൈനൽ റിസൾട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഗൈസ്.